ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു വൈറ്റനിങ് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് കേട്ടോ നമ്മൾ സോപ്പ് ഉണ്ടാക്കണത്. അപ്പോൾ ചെറിയ ഒരു 5 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസുള്ള ഒരു 5 ഉരുളക്കിഴങ്ങോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് തൊലി കളഞ്ഞ് നല്ലപോലെ കഷ്ണങ്ങളാക്കി മിക്സീൻ്റെ ജാറിലിടാൻ പാകത്തിലുള്ള കഷ്ണമാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു എന്താ പറയുക ജ്യൂസ്, പൊട്ടറ്റോൻ്റെ ജ്യൂസ് നമുക്ക് ഒരു അരിപ്പയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ചണ്ടി കളഞ്ഞ് അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഊറാൻ വെക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളം അടിയിൽ ഇങ്ങനെ അതിൻ്റെ സ്റ്റാർച്ച് ഊറി വരും. ആ ഊറി വന്ന സ്റ്റാർച്ച് എടുത്തിട്ടാണ് നമുക്ക് സോപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്റ്റാർച്ച് ആദ്യം വേർതിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഇത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാതെ അരച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കൂട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് കൂട്ടി അരിക്കാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ അങ്ങനെ പറയണേ. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളമാകുമ്പോൾ നമുക്ക് അരിച്ചാൽ അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ കിട്ടൂല, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പറഞ്ഞത്. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ശ്രദ്ധിക്കാതെ ആരും ചെയ്യരുത്. ഞാൻ ആദ്യം ചെറിയ അരിപ്പയിൽ അരിക്കാൻ നോക്കിയപ്പോൾ അത് എന്താ പറയുക ശരിക്കും അരിക്കാൻ പറ്റിയില്ല. അത് പാത്രത്തിലേക്ക് തന്നെ വീണു പോകും. അപ്പോൾ ഞാൻ പിന്നെ വലിയ അരിപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അരിക്കാൻ കേട്ടോ. നല്ല പോലെ അരിച്ച് ഈ പതമൊക്കെ വരുന്നത് സ്വാഭാവികമാണ് കേട്ടോ. ഒന്നും അറപ്പൊന്നും വിചാരിക്കരുത്. എന്തായാലും പൊട്ടറ്റോ അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്ത് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഓരോ സ്വഭാവം ഉണ്ടാവുമല്ലോ, അതിലുള്ള കറയും ഇതും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ വെള്ളം ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞ് ആ വെള്ളം ഇതുപോലെ ഒരു ചുവപ്പ് കളറായി വരും. ഈ പൊട്ടറ്റോ മുറിച്ച് വെച്ചാലും എല്ലാവർക്കും അറിയാൻ മതിയാവും. അത് ആപ്പിള്, പൊട്ടറ്റോ ഇതൊക്കെ മുറിച്ച് വെച്ചാൽ ഒരു ചുവപ്പ് കളറായി വരും അല്ലേ. അതുപോലെ ചുവപ്പ് കളറായി വരും വെള്ളം. അത് നമുക്ക് ഊറ്റിക്കളയാം. ഇത് ഒരു പ്രാവശ്യം ഊറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ച് അങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഊറ്റി അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്റ്റാർച്ച് നമുക്ക് കുറച്ച് കിട്ടിയിന് അതാണ് നമ്മൾ സോപ്പിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പം അതിൻ്റെ അടി ഒഴിച്ച് വെച്ച് അടിയിലുള്ള സ്റ്റാർച്ച് അതിൽ പിന്നെയും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അതിൽ വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ചു. ഞാൻ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ല വൃത്തിക്ക് ഇങ്ങ് എടുക്കാം. ആ കറ കളയണമല്ലോ. അപ്പം ആ കറയോടെ എടുക്കുന്ന പോലും ഉണ്ട് കേട്ടോ, അത് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റാർച്ചാണ് കൂടുതൽ നമുക്ക് എഫക്റ്റ് ഉണ്ടാവുക, നമുക്ക് കൂടുതൽ സ്കിന്നിന് നല്ലത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കൽ കേട്ടോ. ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10 സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പൊട്ടറ്റോ വേണം, എന്നാലേ നമുക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടാക്കി നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലേ നമുക്ക് എന്താ പറയുക മനസ്സിന് നമുക്ക് ഒരു ഇത് വേണ്ടേ, തൃപ്തി വേണമല്ലോ, എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിൻ്റെ സ്റ്റാർച്ച് നമുക്ക് അത്രയും കിട്ടീന് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽസ് കാര്യങ്ങളും ഒക്കെ വേണം കേട്ടോ, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ അളവൊന്നും ആദ്യം നോക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ അത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രോളം കഴുകണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് സൗകര്യം പോലെ ആ ഒരു കളറ് തെളിഞ്ഞ് വരുന്ന വരെ കഴുകിയാൽ മതി. കഴുകുക എന്ന് പറയുമ്പോൾ കഴുകിയ ഉടനെ ഊറ്റരുത്, ഇങ്ങനെ തെളിയാൻ വെച്ചിട്ടേ ഊറ്റാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് സ്റ്റാർച്ച് മാറ്റി വെച്ചേ. ഇപ്പം നല്ല കളറുണ്ടായില്ലേ, ഇതുപോലെ ആവണമെങ്കിൽ നമ്മൾ ഒരു 3-4 പ്രാവശ്യം കഴുകി വെള്ളം ഊറ്റി മാറ്റിയാൽ ഇങ്ങനെ ആവും. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം വെച്ചാൽ സോപ്പ് ബേസ്. ഞാനൊരു കിലോ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് 500 ഗ്രാം സോപ്പ് ബേസ് ഉണ്ട്, അത് തൂക്കി മാറ്റി വെച്ചാണ് കേട്ടോ. ഇത്രയും കൂടെ ഞാൻ തൂക്കുന്നത് കാണിക്കാഞ്ഞിട്ടാട്ടോ വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടില്ല. ശരിക്കും 1 കിലോയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വെക്കുക. സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യുന്നൊന്നും ആരോടും പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരുവിധം വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഡബിൾ ബോയിൽ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ സോപ്പ് ബേസ് ഉരുക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് വേറൊരു പാത്രത്തിലാക്കിയ സോപ്പ് ബേസ് ഇറക്കി വെക്കുക. അങ്ങനെയാണ് ഉരുക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ആ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഓരോന്നും നമുക്ക് തൂക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് കണക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 136 ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ വേണ്ട, ഇന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിന്
പകരം നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ളത്ര മാത്രം എടുത്താൽ മതി. അളവ് കൂടിയാലും സോപ്പ് കട്ടിയാവില്ല, അലിഞ്ഞോണ്ട് നിൽക്കും കേട്ടോ. വെള്ളം ഒഴിച്ചാലൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോവുക, അല്ലെങ്കിൽ കട്ടിയാവാതെക്കുക, ഇങ്ങനെ ഞെക്കിയാൽ ഞെങ്ങുന്ന പോലെ തോന്നുക. ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മളെ ഈ മെഷർമെൻറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റാർച്ച് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, കണ്ടില്ലേ? ഇതുപോലെ നിൽക്കും കേട്ടോ, നല്ല മിനുസായിട്ട്. ഈ സോപ്പ് തേച്ചാലും തന്നെ നമ്മളെ സ്കിന്നും അതുപോലെ നിൽക്കും, നല്ല സോഫ്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഈ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു കണക്കെന്ന് പറയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് തൂക്കം വെച്ചിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്ര മില്ലി എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 10 സോപ്പ് ഉണ്ടാക്കാൻ ഇത്ര എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ കറക്റ്റ് കണക്ക് പോലെ ഞാൻ മുമ്പ് സോപ്പിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത ഓയിൽ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ കളറുള്ള ഓയിൽ നാൽപ്പാമരാതി വെളിച്ചെണ്ണ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നിറം വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുട്ടികൾക്കും പ്രസവിച്ചെടുക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ, അതാണ്. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്ത റോസ് വാട്ടറാണ് കേട്ടോ. അതും അതിൻ്റെ ഒരു ലെവൽ കണക്ക് എല്ലാം കൂടെ ഞാൻ മുന്നേ സോപ്പ് ഉണ്ടാക്കിയ വീഡിയോയിൽ എല്ലാത്തിനെയും കണക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എങ്ങനെ ചേർക്കേണ്ടതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോസ് വാട്ടറും പിന്നെ പൊട്ടറ്റോൻ്റെ സ്റ്റാർച്ചും പിന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണയും ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയൊരു സാധനമുണ്ട്, കെയോലിൻ ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡർ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു മണ്ണ്, അതും കൂടെ ഞാൻ ഒരു നുള്ള് ആഡ് ചെയ്തിട്ട്, ഒരു നുള്ള് മാത്രമേ ആഡ് ചെയ്യാവുള്ളേ. വെച്ചാൽ അതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, പക്ഷേ എന്നാലും ഒരു നുള്ള് മതി, അത് കെമിക്കലൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം ഞാൻ ഇത് ചേർക്കണം കേട്ടോ. പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ ഗുളിക, അതിൻ്റെ ഒരു ക്യാപ്സ്യൂള് 2 എണ്ണം ഞാൻ ഒഴിച്ചു കൊടുത്തു. കാരണം ഒരുപാട് ഞാൻ ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലിസറിൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വൈറ്റമിൻ ഇ ഓയിൽ ഓവറാക്കി ചേർത്തില്ല കേട്ടോ. അപ്പം അതെല്ലാം കൂടെ നമുക്ക് ഈ മെൽറ്റായ ഈ ഒരു സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ സ്റ്റാർച്ച് ഉണ്ടല്ലേ, അടിയിൽ ചെന്നപ്പം ചൂടായപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ വെക്കണം, അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കണം കേട്ടോ. അങ്ങനെ ആവുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ സ്വന്തം ചെയ്യുന്നതുകൊണ്ട്, സ്വന്തം തന്നെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊന്ന് കട്ടായി പോണ പോലെ ആയത്. കുഴപ്പമില്ല, നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് അത് അലിഞ്ഞു വരും. അങ്ങനെ നമ്മളതിലേക്കുള്ള ഫ്രാഗ്രൻസ്, അതിൻ്റെ സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനതിൽ ജാസ്മിനാണ് കേട്ടോ സ്മെല്ല് ആഡ് ചെയ്ത്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്മെല്ല് ഞാൻ ചേർക്കില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ അത് പ്യുവറായിട്ട് കെമിക്കലൊന്നും ഇല്ലാത്തതെന്ന് പറയണമെങ്കിൽ തന്നെ നമുക്ക് സ്മെല്ലൊക്കെ അവോയ്ഡ് ചെയ്യണം, മാറ്റി നിർത്തിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്മെല്ലൊക്കെ ഒന്ന് കുറച്ച് മതി, കൂടുതലൊന്നും ആരും വേണമെന്ന് പറയലുമില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഇപ്പോൾ ഉരുകി വന്ന്, ഇനി നമുക്കത് സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സോപ്പ് മോൾഡ് ഓരോന്നിലേക്കും ഇങ്ങനെ പത കൂടാതെ ഒഴിച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതാ നല്ലത്. ഇല്ലെങ്കിൽ പത കൂടിയാലും കുഴപ്പമില്ല, ഇനി മേലെ ഇങ്ങനെ പത ഊറി വന്നാൽ അത് നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ, ഒന്നും കുഴപ്പമില്ല. അപ്പം ഇതിപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന സോപ്പ്. പിന്നെ ഞാൻ ഈ പൊട്ടറ്റോൻ്റെ സോപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാട്ടോ. ഒരു 10 സോപ്പിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ അതിന് പതെടുത്ത് മാറ്റുന്ന രീതി ഞാനിങ്ങനെ മാറ്റില്ല കേട്ടോ. പക്ഷേ എന്നിട്ട് അത് കളയലും ഇല്ല കേട്ടോ. അത് വേറൊരു മോൾഡിൽ, ഏതെങ്കിലും മോൾഡ് ഒഴിവുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് വെക്കും. അപ്പോൾ അതാണെങ്കിലും കട്ടിയായാലും സോപ്പ് തന്നെയാണത്, നമുക്ക് ഉപയോഗിക്കാൻ, കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യല കേട്ടോ. പിന്നെ ഇതിന് എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ സോപ്പ് ഉറച്ച് കിട്ടീന് കേട്ടോ. നല്ല ഉറപ്പും കട്ടിയൊക്കെ ഉള്ള സോപ്പ് തന്നെ. അതിന് നല്ല എന്താ പറയുക, അങ്ങനെ അലിഞ്ഞു പോയ പോലെ ഒന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. തുടക്കത്തിലൊക്കെ ഞാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ, ഫസ്റ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ഓരോ ഫോൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പഠിച്ചപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കട്ടോ.